ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു വെറൈറ്റി ഫുഡ് ടോക്സ്. എല്ലാവർക്കും സുഖം തന്നെയല്ലേ? ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് കക്ക റോസ്റ്റുമായിട്ടാണ്. കക്ക അതിൻ്റെ ഷെല്ല് കളഞ്ഞ് നല്ലവണ്ണം ക്ലീൻ ചെയ്തെടുത്തിട്ടുള്ളതാണ്. അതിൻ്റെ ഷെല്ല് കളഞ്ഞപ്പോൾ ഇത് ഒരു 1/4 കിലോ ഉണ്ടാകും. കക്ക ആദ്യം തന്നെ ഒരു കുക്കറിൽ വേവിച്ചെടുക്കാം. ഒരു 4 വിസിൽ വരുന്നവരെ ഇത് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം. ഇതിലേക്ക് ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇതിലേക്ക് ഇനി കുറച്ച് ഉപ്പും ഒരു നുള്ള മഞ്ഞൾപ്പൊടിയും ഇട്ട് കൊടുക്കാം. ഇനി ഇത് മൂടി വെച്ചിട്ട് വേവിച്ചെടുക്കാം. ഒരു മീഡിയം ഫ്ലെയിമിൽ ഇട്ട് കൊടുത്താൽ മതി. ഇനി ഒരു പാൻ അടുപ്പിൽ വെച്ച് ചൂടാക്കി അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയാണ് ഇവിടെ എടുത്തിരിക്കുന്നത്. കക്ക റോസ്റ്റ് ഉണ്ടാക്കുമ്പോൾ വെളിച്ചെണ്ണ തന്നെ എടുക്കാൻ ശ്രദ്ധിക്കണം. ഇതിലേക്ക് 1 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. ഇത് നന്നായിട്ട് ഒന്ന് മൂപ്പിച്ചെടുക്കാം. ഇത് നന്നായിട്ട് മൂത്ത് വരുമ്പോൾ ഇതിലേക്ക് 1/2 ടീസ്പൂൺ പെരുംജീരകവും ഒരു 10 കുരുമുളകും കൂടി ചതച്ചിട്ട് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് ഇനി കുറച്ച് കറിവേപ്പില ചേർക്കാം. 3 പച്ചമുളക് ചെറുതായി നുറുക്കിയതും ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് ഇനി 30 ചെറിയ ഉള്ളി ചെറുതായി നുറുക്കിയത് ഇട്ട് കൊടുക്കാം. ഈ ചെറിയ ഉള്ളി നന്നായിട്ടൊരു ബ്രൗൺ കളർ വരുന്നത് വരെ നന്നായിട്ട് ഇളക്കിക്കൊണ്ടേയിരിക്കാം. ഇതിലേക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ ഇതൊരു മീഡിയം ഫ്ലെയിമിൽ ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് കുറച്ച് തേങ്ങാക്കൊത്ത് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ഇനി 3/4 ടീസ്പൂൺ മുളക് പൊടി ചേർക്കാം. 1 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി ആഡ് ചെയ്യാം. 1 ടീസ്പൂൺ മല്ലിപ്പൊടി ചേർക്കാം. എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. മസാല ഇട്ട് കൊടുക്കുമ്പോൾ ലോ ഫ്ലെയിമിൽ ഇട്ട് കൊടുക്കാൻ ശ്രദ്ധിക്കണം. മസാല നന്നായിട്ട് മൂത്ത മണം വരുന്നത് വരെ ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കാം. ഗരം മസാല ഇഷ്ടമുള്ളവർക്ക് ഒരു 1/2 ടീസ്പൂൺ ഗരം മസാല കൂടി ആഡ് ചെയ്യാവുന്നതാണ്. ഇതിലേക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന കക്ക ഇറച്ചി ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതിലേക്ക് 2 തക്കാളി അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. ഇനി ഇത് ഒരു ഹൈ ഫ്ലെയിമിൽ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് വെള്ളം വറ്റിച്ചെടുക്കണം. ഇപ്പോൾ തക്കാളിയൊക്കെ നല്ലവണ്ണം ഉടഞ്ഞിട്ടുണ്ട്. ഈ സമയം ഉപ്പ് നോക്കണം. ഉപ്പില്ലെങ്കിൽ കുറച്ചുകൂടി ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ഒരു 2 പച്ചമുളക് നീളത്തിൽ കീറിയതും കുറച്ച് കറിവേപ്പിലയും ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ
അടിപൊളി കക്ക റോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. പിന്നെ താഴെ കാണുന്ന ബെല്ലൈക്കൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യുക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തണം. താങ്ക് യു.